ഇനി നമ്മളൊരു സന്തോഷ വാർത്തയിലേക്കാണ് പോകുന്നത്. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്ന് 2026 തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി ഒരു പ്രവചന മത്സരം നടത്തിയിരുന്നു. ഓരോ മുന്നണിക്കും ലഭിക്കുന്ന സീറ്റുകൾ എത്ര, ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി, 11 പേരാണ് ശരിയായി പ്രവചിച്ചത്. അതിൽ 3 പേരെ നറുക്കെടുപ്പിലൂടെ വിജയികളായി തെരഞ്ഞെടുത്തു. മൂവർക്കുമുള്ള സമ്മാനം നമ്മൾ വിതരണം ചെയ്യാൻ പോവുകയാണ്. ഐഫോൺ സമ്മാനം ലഭിച്ചവർ ആരൊക്കെയാണ് എന്ന് പ്രേക്ഷകർക്ക് അറിയണ്ടേ? ജെയിംസ് എഡമന, സൽമാൻ ഫാരിസ്, അലീന PS, ഈ 3 പേരാണ് ആ ഭാഗ്യശാലികൾ. ജെയിംസ് എഡമന, സൽമാൻ ഫാരിസ്, അലീന PS. മൂവാറ്റുപുഴയിലും പട്ടാമ്പിയിലും ചേർത്തലയുമായി 3 പേർക്കും നമ്മൾ ഐഫോൺ സമ്മാനിക്കാൻ പോവുകയാണ്. ആദ്യം പോകുന്നത് പട്ടാമ്പിയിലേക്കാണ്. പട്ടാമ്പി മൈജി ഫ്യൂച്ചറിൽ ഇക്ബാൽ അറക്കലുണ്ട്. സമ്മാനം സ്വീകരിക്കാൻ സൽമാൻ ഫാരിസുമുണ്ട്. ഇക്ബാലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇക്ബാൽ, വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് ഓണയറിൽ നിന്ന് പറഞ്ഞതാണ് ഉറപ്പായും സമ്മാനം കിട്ടും, വാർത്ത കാണൂ, പ്രവചിക്കൂ എന്നൊക്കെ. അപ്പൊ സ്വാഭാവികമായും അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് നമ്മുടെയും സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അപ്പൊ നമുക്ക് സമ്മാന വിതരണത്തിലേക്ക് കടക്കാം. മധു, തീർച്ചയായും വലിയ സന്തോഷത്തിലാണ് ഉള്ളത്. ഏതായാലും റിപ്പോർട്ടർ ടിവിയും അതുപോലെ തന്നെ മൈജിയും ചേർന്ന് ഒരുക്കിയിട്ടുള്ള ആ പ്രവചന മത്സരത്തിൽ വിജയിച്ചിട്ടുള്ള ആ പ്രവചന സിംഹം ഇതാണ്. പട്ടാമ്പി കോളേജിലെല്ലാം പഠിച്ചിട്ടുള്ള BA അറബിക് വിദ്യാർത്ഥിയെല്ലാമായിട്ടുള്ള സൽമാൻ ഫാരിസ്. സൽമാൻ ഫാരിസ് ആണ് കൃത്യമായി ഏത് മുന്നണി എത്ര സീറ്റ് നേടും, ആരാകും കേരളത്തിന് മുഖ്യമന്ത്രി എന്നെല്ലാം പ്രവചിച്ച ഈ മത്സരത്തിൽ വിജയിച്ച പട്ടാമ്പിക്കാരൻ എന്ന് പറയുന്നത് സൽമാൻ ഫാരിസിന് ആദ്യം തന്നെ നമുക്ക് ആ സമ്മാനം വിതരണം ചെയ്യണം. അതിനുശേഷം മാത്രമേ മറ്റു കാര്യങ്ങളെല്ലാം ഉള്ളൂ. സമ്മാനം വിതരണം ചെയ്യാൻ വേണ്ടി നമുക്ക് മൈജിയുടെ പാലക്കാട് BDM ആഷിഫിനെ ക്ഷണിക്കുകയാണ്. ആഷിഫ്, നമുക്ക് ആ സമ്മാനം സൽമാന് നൽകാം. സന്തോഷമായി. എങ്ങനെയാ ഈ പ്രവചനം കൃത്യമായി നടത്താൻ കഴിയുക? എങ്ങനെയാ? ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും ഇന്റർവ്യൂ അങ്ങനെ കാണാറുണ്ട്. പിന്നെ VD സതീശൻ തുടക്കം മുതലേ പറയുന്നൊരു കാര്യമാണ് 100-ലധികം സീറ്റ് നേടുന്നുള്ളത്. അങ്ങനെ ഞാൻ 102 സീറ്റ് അങ്ങനെ കൊടുത്തു. പിന്നെ NDA കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെറിയ സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അവർ പോയിക്കുന്നത്. അപ്പോൾ ഒരു 3 സീറ്റ് അങ്ങനെ കൊടുത്തു. പിന്നെ VD സതീശൻ മുഖ്യമന്ത്രി അങ്ങനെ രാഷ്ട്രീയം കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഫോളോ ചെയ്യുന്ന ആൾ തന്നെ. എല്ലാ ന്യൂസ് ചാനലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നാഷണൽ ലെവലാണെങ്കിൽ ഇന്ത്യ ടുഡേ, ടൈംസ് ഓഫ് ഇന്ത്യ, ഇത് ഹിന്ദു, ആ ചാനൽസൊക്കെ ഫോളോ ചെയ്യുന്ന ആൾ. അതിൻ്റെ സർവേ ഒക്കെ കൃത്യമായിട്ട് നോക്കിയിരുന്നു. BJP 3 സീറ്റ് ജയിക്കുമെന്ന് കരുതി. അത് ഈ ചാത്തന്നൂരൊക്കെ ഉൾപ്പെടെയുള്ള 3 സീറ്റ് തന്നെയാണെന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ നേമത്ത് ശിവൻകുട്ടി എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെറിയ വ്യത്യാസത്തിലാണ് അവിടെ പോയത്. അപ്പോൾ ഇപ്രാവശ്യം തോൽക്കുന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ന്യൂസിലൊരു റിപ്പോർട്ട് ഞാൻ കണ്ടത്. LDF എന്തായാലും വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് സൽമാൻ നേരത്തെ കരുതിയിരുന്നു. അതിന് കാരണം എന്തായിരുന്നു? അതിന് കാരണം തുടർച്ചയായ 10 വർഷം അവരാണ് ഭരിക്കുന്നത്. അതിൻ്റെ ഒരു ഇത് തുടർഭരണം സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് UDF കൊടുത്തത്. VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. അത് ഈ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ടാണോ അതോ പ്രചരണ രംഗത്തുള്ള മറ്റു കാര്യങ്ങളുണ്ടോ? പ്രവചന രംഗത്ത് വളരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു VD സതീശൻ. അതുകൊണ്ട് VD സതീശനാണ് മുഖ്യമന്ത്രി നേരത്തെ ഒരു ഇതുണ്ട്. അത് ഇവിടെ സൽമാന്റെ പിതാവും അതുപോലെ തന്നെ സഹോദരനും എല്ലാം എത്തിന് വലിയ സന്തോഷമായി. എന്താ ചെയ്യുന്നത്? നമ്മളിവിടെ റേഷൻ കട നടത്തുക. കുഴപ്പമില്ലാതെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് സൽമാൻ. പണ്ടുമുലക്കാർ എങ്ങനെ രാഷ്ട്രീയ ഫോളോ ചെയ്യുന്ന ആള്? ഫോളോ സൈലന്റ് ആണ് ആള്. എന്നിരുന്നാലും ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒക്കെ എല്ലാം കണ്ടിട്ടുള്ള ഒരു ഇതിനുണ്ട്. അവരുണ്ടായിരുന്നു കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ ഒരു ഐഫോണാണ് നേടിയിരിക്കുന്നത്. വളരെ സന്തോഷം ഉണ്ടായി. അത് വന്നാലും വലിയ സന്തോഷത്തിലാണ് സൽമാനും സൽമാന്റെ കുടുംബവും അതുപോലെ തന്നെ മൈജി കുടുംബം. ഇവിടെ വലിയ ഡേ നൈറ്റ് സെയിലെല്ലാം നടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി പ്രവചനം നടത്തിയ സൽമാന് ഈ ഐഫോൺ സമ്മാനിക്കാൻ കഴിയുന്ന സന്തോഷത്തിലാണ്. നമുക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാം. ദേശീയ മാധ്യമങ്ങളൊക്കെ കാണും, കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കാണും സൽമാൻ. പക്ഷെ ദേശീയ മാധ്യമങ്ങളൊക്കെ എക്സിറ്റ് പോൾ ഫലത്തിൽ പോലും പറയാത്ത തരത്തിൽ വളരെ കൃത്യമായിട്ടാണ് സൽമാൻ ആ പ്രവചനം നടത്തിയത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. അപ്പൊ നമുക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയാം.